പറവൂരിൽ യുവതി പ്രസവത്തിനിടെ മരിക്കുന്ന സാഹചര്യമുണ്ടായി. അത് ആശുപത്രിയുടെ അനാസ്ഥയാണെന്നാണ് ഒരു കുടുംബത്തിന്റെ പരാതി. പക്ഷേ അങ്ങനെയല്ല എന്നും കുടുംബം ആശുപത്രി അധികൃതർ പറയുന്നു. എന്താണ് സംഭവിച്ചത്? പറവൂർ പട്ടണം സ്വദേശി കാവ്യമോളാണ് മരിച്ചത്. മരണത്തിൽ ചികിത്സാ പിഴവ് ആരോപിക്കുകയാണ് കുടുംബം. ആരോഗ്യമന്ത്രി വീണ ജോർജിനും മുഖ്യമന്ത്രി പിണറായി വിജയനും പരാതി നൽകുമെന്നാണ് കുടുംബം വ്യക്തമാകുന്നത്. പറവൂർ ഡോൺ ബോസ്കോ ആശുപത്രിക്കെതിരെയാണ് ഇവരുടെ പരാതി. പ്രസവ ചികിത്സയ്ക്കിടെ അമിത രക്തസ്രാവമുണ്ടായതാണ് ഈ ദുരന്തം സംഭവിക്കാൻ കാരണമെന്ന് പറയുന്നു. പക്ഷെ അത് രക്തസ്രാവമുണ്ടായ കാര്യം കുടുംബത്തെ അറിയിക്കാൻ വൈകിയെന്ന് ബന്ധുക്കൾ ആരോപിക്കുകയാണ്. 23-ാം തീയതി രണ്ടാമത്തെ പ്രസവത്തിനായിട്ടാണ് കാവ്യമോളെ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ യുവതിക്ക് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. 24-ാം തീയതി കാവ്യ പ്രസവിച്ചു. പ്രസവത്തിനു പിന്നാലെ കാവ്യയ്ക്ക് അമിത രക്തസ്രാവം ഉണ്ടാവുകയാണ്. രക്തസ്രാവം തടയാൻ ഗർഭപാത്രം നീക്കം ചെയ്തുവെങ്കിലും ആരോഗ്യനില അത് കൂടുതൽ വഷളായി. വൈകിട്ട് 4 മണിയോടുകൂടി ഈ യുവതിക്ക് ഹൃദയാഘാതം സംഭവിച്ചുവെന്ന് ആശുപത്രി അധികൃതർ ബന്ധുക്കളെ അറിയിക്കുകയായിരുന്നു. വെന്റിലേറ്റർ സൗകര്യമുള്ള ഒരു ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലായതിനെ തുടർന്ന് ബുധനാഴ്ച മരണം സംഭവിച്ചു. ചികിത്സാ ഘട്ടത്തിൽ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വലിയ വീഴ്ചയുണ്ടായെന്നാണ് കാവ്യയുടെ പിതൃ സഹോദരൻ രമേശൻ ആരോപിച്ചത്. കുട്ടിക്ക് വേണ്ടതായ എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നതെന്നോ അതിൻ്റെ ഗൗരവം എന്താണെന്ന് ഞങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. അവരവിടെ വെച്ച് കുട്ടിയെ ചികിത്സിച്ച് വഷളാക്കി വളരെ ഗുരുതരാവസ്ഥയിലാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യാനൊരു സാഹചര്യം ഉണ്ടാക്കി തന്നത്. 1-2 പ്രാവശ്യം ഞങ്ങൾ ചെന്ന് ചോദിച്ചിട്ട് പോലും നിരീക്ഷണത്തിലാണ്, കുഴപ്പമൊന്നുമില്ല, ഇവിടുന്ന് ഈ അവസ്ഥയിൽ നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകണ്ട എന്നുള്ളൊരു മറുപടിയാണ് അവരിൽ നിന്ന് കിട്ടിയത്. അതായത് ഈ കുട്ടിയെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെയും ഒരു പ്രശ്നമുണ്ടായി. ആംബുലൻസ് എത്താൻ ഒരുപാട് വൈകി എന്നുള്ള ആരോപണമുണ്ട്. മണിക്കൂറുകൾ വൈകിയാണ് വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ് എത്തിയത് എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കാവ്യയുടെ ആരോഗ്യസ്ഥിതി വഷളാണെന്ന വിവരം കൃത്യസമയത്ത് ബന്ധുക്കളെ അറിയിച്ചിട്ടില്ലെന്നും ഇനി മാറ്റണോ വേണ്ടയോ പലതവണ ചോദിച്ചിട്ടും അതിലൊരു മറുപടി ഡോൺ ബോസ്കോ നൽകിയില്ല എന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ നിഷേധിക്കുകയാണ് ആശുപത്രി സൂപ്രണ്ട്. അപൂർവമായി കാണുന്ന ഒരവസ്ഥ. പ്രസവ സമയത്ത് ഇത്തരത്തിൽ രക്തസ്രാവം ഉണ്ടാകുമ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ ബന്ധുക്കളെ അറിയിച്ചു എന്നാണ് അവർ പറയുന്നത്. നമ്മൾ വെന്റിലേറ്ററിൽ തന്നെ തുടരേണ്ട അവസ്ഥ ഉണ്ട്. അത് കാരണം ഈ അത്രയും രക്തം പോയതുകൊണ്ട് ഓക്സിജന്റെ ലെവൽ നിർത്തി വെന്റിലേറ്ററിൽ നമ്മുടെ ഇവിടുത്തെ തന്നെ ICUയിലേക്ക് വെന്റിലേറ്ററിലേക്ക് മാറ്റുന്നത്. തിയേറ്ററിൽ വെന്റിലേറ്ററിലേക്ക് മാറ്റുന്ന കാര്യം സംസാരിച്ചപ്പോൾ രോഗിയുടെ ബൈസ്റ്റാൻഡേഴ്സ് പറഞ്ഞാൽ ഇതിനേക്കാളും സൗകര്യമുള്ള ഏതെങ്കിലും വലിയൊരു ആശുപത്രിയിലേക്ക് ആസ്റ്റർ മെഡിസിനിലേക്ക് മാറ്റുന്നതിനെ കുറിച്ച് അവർ ചർച്ച ചെയ്തു. നമ്മൾ അത് അംഗീകരിച്ചു. അപ്പോൾ അങ്ങനെ ആണ് രോഗിയെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് 24-ാം തീയതി വൈകിട്ട് ഷിഫ്റ്റ് ചെയ്ത് അങ്ങനെ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. പക്ഷേ ആ പെൺകുട്ടിയുടെ ജീവിതം നഷ്ടമായി. അതിൽ അമിത രക്തസ്രാവമാണ് മരണകാരണമായി പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. വടക്കേക്കര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കാവ്യയുടെ മരണവിവരം പുറത്തു വന്നതോടുകൂടി വലിയ പ്രതിഷേധവും ആ പരിസരത്ത് ഉണ്ടാവുകയും ചെയ്തു. ചികിത്സാ പിഴവ് വരുത്തിയ ഡോക്ടർക്കെതിരെ നരഹത്യയ്ക്ക് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് യുവജന സംഘടന ഉൾപ്പെടെ അവിടെ പ്രതിഷേധം നടത്തിയത്. എന്താണെങ്കിലും ആ കുടുംബത്തിനാണ് തീരാനഷ്ടം. അങ്ങനൊരു അലംഭാവം, വീഴ്ച ആശുപത്രിയുടെ ഭാഗത്തുണ്ടായെങ്കിൽ നിശ്ചയമായും അത് കൃത്യമായി അന്വേഷിക്കപ്പെടണം, കൃത്യമായി അത് കണ്ടെത്തുകയും. 24 അവറിന്റെ സമയോടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ 20-ാം മണിക്കൂറിൽ.